ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടിപ്സ് വേൾഡിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലും യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിലും ഇപ്പോഴും കുറേ സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമുക്ക് ഫേക്ക് വാട്സപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ ഫേക്ക് വാട്സപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചിട്ട്. എന്നാൽ ഇപ്പോൾ അതൊന്നും വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വെരിഫിക്കേഷൻ കോഡ് നമുക്ക് വരുന്നില്ല. അതുപോലെ തന്നെ ഫേക്ക് നമ്പറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബാൻഡാന്ന് കാണിക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ആപ്ലിക്കേഷനുകൾ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനുകളൊക്കെ വഴി നിങ്ങൾക്ക് ഒരു ഫേക്ക് വാട്സപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. വീഡിയോ മുഴുവനും കാണാതെ കമൻറ്റ് ബോക്സിൽ ആരും തന്നെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക. അതിനാൽ വീഡിയോ മുഴുവനും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഈ ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മുകളിലായി 4 ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ക്രീറ്റ്, VPN, വാട്സപ്പ്, ടെംമെയിൽ. എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ VPN ഒന്ന് ഓപ്പൺ ചെയ്യാം. VPN ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെർവർ നമുക്ക് ആദ്യം തന്നെ ചേഞ്ച് ചെയ്യാനുണ്ട്. സെർവർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇടതുവശത്തായിട്ട് കാണാം സ്വിച്ച് റീജിയൻ. ഈ ഒരു ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം USA അതുപോലെയായിട്ട് കുറേ സെർവർ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് USA ആണ്. ഈ ഒരു സെർവറിൻ്റെ അകത്ത് 2 USA നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ USA സാൻ ഫ്രാൻസിസ്കോ, താഴെ USA ന്യൂയോർക്കും കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു USA നിങ്ങൾ സെലക്ട് ചെയ്യാം. ഞാൻ മുകളിലത്തെ സാൻ ഫ്രാൻസിസ്കോ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു VPN കണക്റ്റ് ആവുന്നത് കാണാൻ സാധിക്കും. ചെറിയ പരസ്യങ്ങളൊക്കെ വരും, അതൊക്കെ സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു VPN കണക്റ്റ് ആയിട്ടുണ്ട്. ചില കൺട്രികളിൽ ഈ ഒരു VPN വർക്ക് ചെയ്യാത്ത അവസരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു VPN ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സെർവർ USAയിലേക്ക് മാറ്റുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 2 VPN കൂടി ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പിറകിലേക്ക് വന്നിട്ട് ആദ്യം കാണുന്ന ക്രീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ക്രീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലതുവശത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ സാധിക്കും ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ആദ്യത്തെ ഓപ്ഷൻ കാണാം ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഭാഗത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കുറേ US നമ്പർ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങളൊരു നമ്പർ സെലക്ട് ചെയ്യാം. ഇനി കൂടുതൽ നമ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലതുവശത്തായിട്ട് നമുക്ക് കാണാം ചേഞ്ച്. ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്പേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും പിറകിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം സാധാരണ നമ്മൾ വാട്സപ്പ് വെരിഫൈ ചെയ്യുന്നത് പോലെ തന്നെ അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. മുകളിലായിട്ട് ചൂസ് എ കൺട്രി എന്ന് സെലക്ട് ചെയ്തിട്ട് താഴേക്ക് വന്നിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ നമുക്കവിടെ എൻ്റർ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമ്മളോട് നമ്പർ കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള നമ്പറാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ വലതുവശത്തായിട്ട് OK ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിൻ്റെ അകത്തേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വാട്സപ്പ് സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് കാണാൻ സാധിക്കത്തില്ല. വെരിഫിക്കേഷൻ കോഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫേക്ക് വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ ഈ ഒരു ക്രീറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പറിന് നേരത്തെ ഒരു ശരി ഐക്കൺ കാണാൻ സാധിക്കും വലതുവശത്തായിട്ട്. ആ ഒരു ഐക്കൺ നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും കൺഫേം ദിസ് നമ്പർ. അത് സെലക്ട് ചെയ്യുക.
ശേഷം നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് കൂടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ ഒരു ഫേക്ക് അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് ഇവിടെ സപ്പോർട്ട് ചെയ്യാത്ത അവസ്ഥ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ മറ്റൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ടെംമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. മുകളിലായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഉണ്ട്. ഈ ഒരു ഭാഗം നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് നമുക്ക് താഴെ കാണുന്ന കോപ്പി എന്നുള്ള ഭാഗത്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ആപ്ലിക്കേഷനിൽ പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പുതിയൊരു ഇമെയിൽ അഡ്രസ്സാണ് വേണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് കാണുന്ന ചേഞ്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കിട്ടുന്നതായിരിക്കും. വീണ്ടും നമുക്ക് നമ്മുടെ പഴയ ആപ്ലിക്കേഷനിലേക്ക് പോവാം. ഫ്രീ ടോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. അതിനുശേഷം താഴെയായിട്ട് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. താഴെയായിട്ട് നമ്മളോട് എത്ര വയസ്സായി എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് 21-24 ഞാൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ നമ്മളോട് കൺഫേം ചെയ്യുന്നുണ്ട് മെയിലാണോ ഫീമെയിലാണോ. മെയിൽ ഞാൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം താഴെയായിട്ട് നമുക്ക് കാണാം രജിസ്റ്റർ. ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ അക്കൗണ്ടൊക്കെ ഇപ്പോൾ വെരിഫൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് വാട്സപ്പിലെ വെരിഫിക്കേഷൻ നമ്പർ ഈ ഒരു അക്കൗണ്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ലഭിക്കുന്നത്. അതിനായിട്ട് വീണ്ടും നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. കോൾ മീ, റീസെൻറ്റ് SMS. നമ്മളിവിടെ കൊടുക്കേണ്ടത് കോൾ മീ എന്ന ഓപ്ഷനാണ്. ഞാനിവിടെ കോൾ മീ ഓപ്ഷൻ കൊടുത്തു. ഇനി വീണ്ടും നമ്മുടെ ഫ്രീ ടോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫ്രീ ടോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൻ്റെ അകത്തായിട്ട് നമുക്ക് ഒരു കോള് ഇതിൻ്റെ അകത്തേക്ക് വരുന്നതായിരിക്കും. ഇനി കോള് വന്നിട്ടില്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. അല്പസമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഒരു മിസ്ഡ് കോൾ എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം പിറകിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വോയിസ് മെസ്സേജ് കൂടി വരുന്നതായിരിക്കും. ഓക്കെ, മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാണ്. ഓക്കെ, വോയിസ് ആയിട്ട് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുണ്ട്. 757979. വെരിഫിക്കേഷൻ കോഡ് കറക്റ്റായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് അക്കൗണ്ട് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നെയിം എൻ്റർ ചെയ്യാൻ കൊടുത്തു. നമ്മുടെ നെയിം എൻ്റർ ചെയ്തു. നെക്സ്റ്റ് ബട്ടൺ അമർത്തി. വാട്സപ്പ് സാധാരണ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫേക്ക് വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു, എൻ്റെ അക്കൗണ്ട് എടുത്തു. താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു ഫേക്ക് നമ്പർ. അപ്പോൾ ഇതുപോലെയാണ് ഒരു ഫേക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.